إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تمسسكم حسنة تسؤهم وإن تصبهم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما تعملون محيط. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പരമകാരുണികരും കരുണാവാരിണിയുമായ പടച്ചവൻ പരിശുദ്ധ ദീനീ വിലക്കുകൾ ജീവിതത്തിന്റെ സർവ്വതലങ്ങളിലും പാലിച്ചു അല്ലാഹുവിന്റെ ഇഷ്ടവും കൃപയും നേടിയെടുക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുന്നവയെ ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികൾ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വിധേയപ്പെട്ട് അവർ നിശ്ചയിച്ച ആരാധന അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഇസ്ലാമിന്റെ, നമ്മുടെ തഖ്വക്ക്, നമ്മുടെ ഈമാനിന്റെ നഷ്ടം സംഭവിക്കുന്ന, ദുർബലത വരുത്തി വെക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ അവബോധം നമുക്കുണ്ടാകണം. അഥവാ നമ്മൾ വിശ്വാസികളായിരിക്കെ തന്നെ വിശ്വാസത്തിൽ ഏതെങ്കിലും തരത്തിൽ മായം കലർത്തുന്ന കാപട്യം കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന്റെ രണ്ട് ഭാഗങ്ങളും ആത്മാർത്ഥമായി പൂർത്തീകരിച്ചവർ, മനസ്സിൽ ഉറപ്പിച്ച് നാം കൊണ്ട് ഉരുവിട്ടവർ എന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മൾ എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗാംഭീര്യത്തിൽ നിലനിർത്തുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇസ്ലാമികമായി നിശ്ചയിക്കപ്പെട്ട അനുഷ്ഠാനമാർഗം, അത് നമസ്കാരമായിരുന്നാൽ, സകാത്തായിരുന്നാൽ, റമദാനിലെ നോമ്പായിരുന്നാലും, ഹജ്ജായിരുന്നാലും, അതേപോലെ തന്നെ തിലാവത്തുൽ ഖുർആനും ജമാഅയും, ഇങ്ങനെ മതപരമായി നിശ്ചയിക്കപ്പെട്ട ആരാധന അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ആത്മാർത്ഥമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കരുതി പോരുകയാണ്.
അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. മാത്രമല്ല, ഓരോ നമസ്കാരത്തിന്റെയും പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ മുസ്ലിമീങ്ങളാണ്, അള്ളാഹുവിനെ പൂർണ്ണമായി വിധേയപ്പെട്ടവരാണ് എന്ന് പ്രാരംഭ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ഇന്ന സ്വലാത്തി വനുസല്ലി വമഹ്യായ വമമാതി എന്ന് പറഞ്ഞപ്പോൾ ബിദാലിക ഉമിർതു, അവസാനത്തിലോ ബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ കൽപ്പിക്കപ്പെടുകയാണ്, ഞാൻ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെട്ടവനാണ്. മറ്റൊരു റിവായത്തിൽ, മറ്റൊരു ഹദീസിൽ വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ അങ്ങനെയുള്ള മുസ്ലിമീങ്ങളിൽ പ്രഥമ സ്ഥാനീയനാണ്, അഥവാ ഒന്നാമത്തെ മുസ്ലിമാണ് എന്ന് പറയണം. അങ്ങനെയാണ് ഹദീസിൽ ഇത് നമ്മൾ പറയുന്നവരുമാണ് പലപ്പോഴും. എന്നാൽ നമ്മുടെ ഈ ഇസ്ലാമിയത്തിലെ ഈ ദീനീ ബോധത്തെ തകർത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മുനാഫിക്കുകളായി മാറുന്ന രീതി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മുടെ സ്വഭാവ സംസ്കാര സംസാര മേഖലകളിൽ ഉണ്ടാവും. നമ്മുടെ നിലപാടുകളിൽ വന്നുപോകും മനുഷ്യ സഹജമായി. അതിനെ നമ്മൾ കരുതണം, വളരെ ജാഗ്രതയോടുകൂടിയായിരിക്കണം ആ കാര്യം നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പൊ കപട വിശ്വാസികളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 120-ാമത്തെ ആയത്തിൽ കപട വിശ്വാസികളുടെ സ്വഭാവ വൈകല്യത്തെ കുറിച്ച് പഠിച്ചപ്പോൾ പറയാം. അവർക്കൊരു രീതിയുണ്ട് വിശ്വാസികളുമായി ബന്ധപ്പെടുത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കുകയാണ്, അഥവാ നമ്മോട് പഠിച്ചപ്പോൾ പറയാം, വിശ്വാസികളെ നിങ്ങൾക്ക് വല്ല നന്മയും ബാധിച്ചു കഴിഞ്ഞാൽ, വല്ല നന്മയും ഉണ്ടായി കഴിഞ്ഞാൽ അതവരിൽ മനപ്രയാസം ഉണ്ടാകും. ആരിൽ? വിശ്വാസികളിൽ. അഥവാ വിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നന്മകൾ ഉണ്ടാകുമ്പോ അത് കാവട്യം കലർന്ന് വിശ്വാസി സമൂഹത്തിന് ഞങ്ങളും വിശ്വാസികളാണ് എന്ന് നടിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവാചകനെ വഞ്ചിക്കുന്ന, ഇസ്ലാമിനെ വഞ്ചിക്കുന്ന കപട വിശ്വാസികൾക്ക് നന്മ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവർക്ക് അനവസരം ഉണ്ടാകുകയാണ്, അതിൽ അവർ അനിഷ്ടം പ്രകടിപ്പിക്കുകയാണ്, അവർക്കതിൽ വിഷമമുണ്ടാകും, മനപ്രയാസം ഉണ്ടാകും. എന്നാൽ വിശ്വാസികളെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസമോ പരീക്ഷണമോ ഉണ്ടായാൽ അതിൽ അവർ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. അപ്പൊ വിശ്വാസികൾക്ക് നന്മയുണ്ടാകുന്നതിൽ പ്രയാസം ഉണ്ടാകൽ നമ്മുടെ വിശ്വാസികൾക്കാണ്. വിശ്വാസികൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കൽ നമ്മുടെ വിശ്വാസികളാണ്. എങ്കിൽ ആ വിഷയത്തിൽ പ്രവാചകനെ സഹാബികളെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങൾ സഹനം അവലംബിക്കണം, നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, ധർമ്മനിഷ്ഠയോടെ ജീവിക്കണം. അവരുടെ ഒരു കുതന്ത്രവും നിങ്ങൾക്ക് ഉപദ്രവം ഏൽപ്പിക്കുന്നതല്ല, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ വലയം ചെയ്യുന്നവരാകുന്നു. അവർക്ക് ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ അജണ്ടകൾ എന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാവുന്നതാണ്. പക്ഷേ നിങ്ങൾ അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ സഹനം ഉണ്ടാകണം. അതേപോലെ തന്നെ തഖ്വ, നിങ്ങൾ സൂക്ഷ്മതയും പാലിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വരുന്നത് അസൂയയാണ്. വിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിൽ നന്മയുണ്ടാകുമ്പോൾ അതിൽ അനിഷ്ടം പ്രകടിപ്പിക്കുക എന്ന അസൂയയുടെ ഭാഗമാണ്. അതേപോലെ തന്നെ വിശ്വാസികൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ അതിൽ ആനന്ദിക്കൽ അസൂയയുടെ ഭാഗമായിക്കൊണ്ടാണ്. അതൊരിക്കലും വിശ്വാസികളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മിൽ വിശ്വാസികൾക്ക് ഈ രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ വല്ല ചിന്തകളും വന്നു കഴിഞ്ഞാൽ അത് നിഫാഖിന്റെ തുടക്കമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം വിശ്വാസവും സത്യവിശ്വാസവും അസൂയയും തമ്മിൽ ഒരിക്കലും ചേരുകയില്ല, അതൊന്നിച്ചാവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് വളരെ നിഷ്കർഷയോടെ ഉദ്ബോധിപ്പിച്ചുവല്ലോ, നിങ്ങൾ പരസ്പരം കോപമുണ്ടാകുന്ന ആളുകളായി തീരരുത്, കോപിക്കുന്നവരായി തീരരുത്. നിങ്ങൾ പരസ്പരം അസൂയ വെച്ച് പുലർത്തരുത്. നിങ്ങൾ പരസ്പരം ഗൂഢാലോചന നടത്തരുത്. നിങ്ങൾ പരസ്പരം ബന്ധങ്ങൾ മുറിച്ചു കളയരുത്. നിങ്ങൾ പടച്ചറപ്പിന്റെ അടിമകളാകുന്ന സഹോദരങ്ങളായി തീരണം. ഒരു മുസ്ലിമിന്റെ പാടില്ല തന്നെ തന്റെ സഹോദരനുമായി ബന്ധം വിച്ഛേദിക്കാൻ, സംസാരിക്കാതെ നടക്കാൻ 3 ദിവസം 3 ദിനങ്ങൾ മാത്രമേ 3 ദിനങ്ങൾ ഉപരിയായി
ബന്ധവിച്ഛേദനം നടത്താൻ പാടില്ല. എന്താണെന്ന് മനഃശാസ്ത്ര. കാരണം ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സഹജമായി ബന്ധങ്ങളിൽ വിള്ളൽ വന്നു കഴിഞ്ഞാൽ എന്ന് പറയും, എന്നാലും പക്ഷെ സമയമായിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ഉണ്ടുകയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ട്. ഉണ്ടുകയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിശ്വാസിയാണ് എങ്കിൽ ഇസ്ലാമികമായി 3 ദിനം മാക്സിമം. അത് ആ പ്രശ്നത്തിൽ ഏതൊക്കെ തരത്തിലാണ് ആ പ്രശ്നം ആ മനസ്സിൽ മുറിപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ആ മുറിപ്പാടുകൾ മായ്ച്ചു കളയാൻ 3 ദിനം ഉപയോഗപ്പെടുത്താം. 4ാമത്തെ ദിനത്തിലേക്ക്, 4ാമത്തെ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മുനാഫിഖാകാതിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തികഞ്ഞ മുസ്ലിമാണ് എന്ന് ആരാധനാ അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ തെളിയിക്കുകയെങ്കിൽ പിന്നെ ആ വിശ്വാസിയുടെ ബാധ്യതയാണ് ആരുമായിട്ടാണോ ബന്ധം വിച്ഛേദിച്ചിട്ടുള്ളത് എങ്കിൽ ആ ബന്ധം നന്നാക്കി തീർക്കണമെന്ന് അസൂയയുമായി ബന്ധപ്പെടുത്തി ഒരു അടിമയുടെ ഉള്ളിൽ ഒരിക്കലും ഒരുമിച്ച് ചേരുകയില്ല. വിശ്വാസം അസൂയയും കൂടി ചേരുകയില്ല എന്ന് പറയാം. മുനാഫിക്കുകളിൽ അസൂയുണ്ടായിത്തീരും. വിശ്വാസികളിൽ പരസ്പരം അസൂയയും ബന്ധവിച്ഛേദനങ്ങളും ഗൂഢാലോചനകളും ഉണ്ടാകുകയില്ല എന്ന് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ വിശദാംശമായ ഹദീസുകളിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ 3 കാര്യങ്ങൾ ആരെങ്കിലും ആ 3 കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ മുനാഫിഖാണ്. അവൻ മുനാഫിഖാൻ, അവൻ വിശ്വാസിയായി തീരുകയാണ്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിലെല്ലാം അവൻ നോമ്പ് നോറ്റാൽ, അവൻ നമസ്കരിച്ചാൽ, അവൻ ഹജ്ജ് ചെയ്താൽ, അവൻ ഉംറ ചെയ്താൽ, അവൻ പറയുകയാണ്, അവൻ ന്യായം പറയുകയാണ്, അവൻ വാദിക്കുകയാണ്, ഇന്നി മുസ്ലിം, ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നു, ഞാൻ മുസ്ലിമാണ്, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞാലും സംസാരിച്ചാൽ കളവ് പറയുകയാണ് എങ്കിൽ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുകയാണ് എങ്കിൽ, വിശ്വസിച്ചാൽ ചതിക്കുകയാണ് എങ്കിൽ, മറ്റേതൊക്കെ തരത്തിൽ താൻ മുസ്ലിമാണ് എന്ന് ന്യായം ചമച്ചാൽ, ആരാധന അനുഷ്ഠാന മുറകൾ കൊണ്ട് പ്രത്യക്ഷമായി അത് തെളിയിച്ചാൽ, പരോക്ഷമായി ആത്മീയതയുടെ അതിർവരമ്പുകളിൽ അകലം പാലിച്ചിരിക്കുകയാണ് അവനെന്നാണ് പ്രമാണം പഠിപ്പിക്കുന്നത്. നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഇതിൽ കളവ് പറയാൻ എത്ര സിമ്പിളായിട്ടാണ്. എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എന്താണ് പാലിനെത്തിയിട്ടുണ്ടാകും, മൂത്രമെത്തിയിട്ടുണ്ടാവും. ഹോട്ടലുകളിൽ വളരെ സിമ്പിളായി സോഷ്യൽ മീഡിയകളിൽ, വാട്സ്ആപ്പ് വോയിസുകളിൽ, ഫോണുകളിൽ, കുടുംബങ്ങളിൽ, സൗഹൃദങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ കളവ് പറയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. അത് വളരെ സിമ്പിളായി വളരെ നോർമലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ച പറഞ്ഞാൽ കൂടിയാണ് ആളുകൾക്ക് അല്ലെ. ഞാൻ അടുത്ത ആഴ്ച അള്ളാഹുവാണ് സത്യത എന്ന് പറഞ്ഞാൽ പിന്നെ കളവ് പറയാം, അത് വിശ്വസിച്ചാൽ ലംഘിക്കാം എന്ന രൂപത്തിൽ ഒരിക്കലും പാടില്ല. കാരണം അതൊക്കെ മുനാഫിക്കുകളുടെ സ്വഭാവ വൈകല്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇത് ധാരാളം ഹദീസുകളുടെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. നേരത്തെ 3 കാര്യങ്ങൾ പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെ മറ്റൊരു ഹദീസിൽ അതിന്റെ തുടക്കത്തിൽ ആയത്തുൽ മുനാഫിഖ് സലാസു, ഒരു മുനാഫിഖിന്റെ അടയാളം 3 ആണ് എന്നാണ്. മുസ്ലിമിനെയും മുനാഫിഖിനെയും അൽ ഫർഖു ബൈന മുസ്ലിം വൽ മുനാഫിഖ്, മുനാഫിഖിനെയും മുസ്ലിമിനെയും തിരിച്ചറിയാൻ, അതിന്റെ ഡിഫറൻസ്, അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അടയാളം തേടി ഗൗരവതരമായ അന്വേഷണങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. ആയത്തുൽ മുനാഫിഖ് സലാസു, ഇദാ ഹദ്ദസ സംസാരിച്ചാൽ കളവ് പറയുക, വഇദാ വഅദ ഖലഫ വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക, വിശ്വസിച്ചു കഴിഞ്ഞാൽ ചതിക്കുകയും ചെയ്യാം. ഹിജറയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ വാഗ്ദാനം ചെയ്താൽ, വിശ്വസിച്ചേൽപ്പിച്ചാൽ ചതിക്കാൻ പാടില്ല. ജീവിതത്തിന്റെ നിർണായക സമയത്തുള്ള യാത്രയിൽ മക്കയിൽ നിന്ന് ആ സ്വഭാവം പ്രവാചകനെ പുറത്താക്കുമ്പോൾ അലി റളിയല്ലാഹുവിനോട് വിരിപ്പിൽ കിടക്കാൻ പറയുമ്പോൾ അതിന്റെ കൂടെ ഏൽപ്പിച്ച ഒരു അമാനത്ത് കൂടി പ്രവാചകൻ ഉണ്ടായിരുന്നു. അതെന്താണ്? എന്നിൽ വിശ്വസിച്ചേൽപ്പിച്ച അനാമത്ത് മുതലുകൾ നീ അതിന്റെ ഉടമകൾക്ക് തിരിച്ചു കൊടുത്തിട്ട് അലി നീ പലായനം ചെയ്ത് മദീനയിലേക്ക് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും അടുത്ത ഹദീസിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് അതിന്റെ കൂടെ മറ്റുള്ളത് ആഡ് ചെയ്തുകൊണ്ട് പ്രവാചകൻ പറയാൻ 4
നാല് കാര്യങ്ങൾ. മൻ കുന്ന ഫീഹി, ആ നാല് കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കാന മുനാഫിഖൻ ഖാലിസൻ, അവൻ ഒരു തികഞ്ഞ മുനാഫിഖായി മാറി എന്നാണ്. മതനിഷ്ഠനായി മാറി എന്നൊന്നും നമ്മൾ പറയേണ്ട, അതിശയോക്തി കലർത്ത് സംസാരിക്കണ്ട. മറിച്ച് മുനാഫിഖൻ ഖാലിസൻ, അവൻ നല്ല ഒരു ഒന്നാം തരം ഒരു പ്യുവർ മുനാഫിഖായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയാൻ. വമൻ കാനത് ഫീ ഖസ്ലത്തുൻ മിൻഹുന്ന, അങ്ങനെ ആരെങ്കിലും അതിന്റെ ആ സ്വഭാവത്തിൽ ഏതെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായും അവന്റെ നിഫാഖിന്റെ അടയാളങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. നമ്മൾ ഇങ്ങനെ ഓരോ അടയാളങ്ങളും ചികഞ്ഞ് അന്വേഷിച്ച് പരിശോധിക്കാൻ നമ്മൾ നമ്മിലേക്ക് ആലോചിക്കുക, ഈ പറയാൻ പോകുന്ന അടയാളങ്ങളൊക്കെ നമ്മിലുണ്ടോ എന്ന്. അത് ഉപേക്ഷിക്കുന്നത് വരെ ആ അടയാളമാണെന്നായിരിക്കും മുനാഫിക്കിന്റെ അടയാളം. കളവ് പറഞ്ഞ മുനാഫിക്കിന്റെ അടയാളമാണ് എങ്കിൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ അടയാളത്തിൽ അവർ രക്ഷപ്പെടും. ഒഴിവാക്കുന്നില്ല എങ്കിൽ അതിൽ അവർ മുനാഫിക്കായി തീരും. ഈ പറയുന്ന ഓരോന്നിലും അതിലും പറയുന്നത് അർത്ഥം പറയേണ്ടതില്ല. നാലാമത്തേത് പറഞ്ഞു, തർക്കമുണ്ടായി കഴിഞ്ഞാൽ തെമ്മാടിത്തം പറയാൻ, നിങ്ങൾ തർക്കിച്ചു കഴിഞ്ഞാൽ, ബന്ധത്തിൽ വിച്ഛേദനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ദോഷത്തരങ്ങൾ പറയാൻ. ഈ സ്വഭാവം ഒരാളുടെ സ്വഭാവത്തിലുണ്ടോ എങ്കിൽ അവന് നിഫാഖുണ്ട്, താപര്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നല്ലതല്ലേ മുനാഫിക്കുകളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി തീരും, അതൊക്കെ ഉപയോഗശൂന്യമായി തീരും. നാലാമധ്യായ സൂറത്തുൽ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചല്ലോ, ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ, തീർച്ചയായും മുനാഫിക്കുകളുടെ സ്ഥാനം എന്ന് പറയുന്നത് നരകത്തിന്റെ അടിത്തട്ടിലാകുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് കാപട്യം വേണ്ട, കളവ് പറയേണ്ട, വഞ്ചന വരുത്തണ്ട, നമ്മൾ തികഞ്ഞ വിശ്വാസികളായി മാറണം. 9-ാമധ്യായം സൂറത്തുൽ തൗബയിലെ 110-119 ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വഖൂലു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരായി മാറണം, അവരിൽ നിങ്ങൾ ഉൾപ്പെടണമെന്ന് പറയാൻ. അതിന്റെ കൂടെ മുനാഫിക്കുകളുടെ മറ്റു ചില രീതികൾ പറയുന്നത് അതെന്താണ്? നമസ്കാരവുമായി ബന്ധപ്പെടുത്തി മുസ്ലിമീങ്ങളിൽ പലരും മുനാഫിക്കുകളായി മാറുന്ന അവസ്ഥ അതെങ്ങനെയാണ്? 4-ാമധ്യായം സൂറത്തുൽ നിസാ 142-ാമത്തെ ആയത്ത്. നേരത്തെ സ്വഭാവത്തിലും സദാചാരത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെയാണ് നിഫാഖുകൾ കടന്നു വന്ന് മുനാഫിക്കുകളായി മാറാനുള്ള സാഹചര്യമെങ്കിൽ അനുഷ്ഠാനങ്ങളുടെ നേതാവാകുന്ന നമസ്കാര വിഷയത്തിൽ നമസ്കരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മുസ്ലിമീങ്ങളിൽ തന്നെ നിഫാഖ് രൂപപ്പെടും. എങ്ങനെയായി തീർന്നാൽ ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ്, തീർച്ചയായും വിശ്വാസികൾ അല്ലാഹുവിനെ വഞ്ചിക്കുകയാണ്. എന്നാൽ അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. അവർ നമസ്കാരത്തിന് സന്നിഹിതരായി കഴിഞ്ഞാൽ മടിയന്മാരായിട്ടുള്ളായിരുന്നു നമസ്കരിക്കുക. നമസ്കാരത്തിന് മടി പിടികൂടുന്നു എങ്കിൽ വരുന്നുണ്ട്. ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് അവർ നമസ്കാരം നിർവഹിക്കുക. ആ നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ വ്യത്യസ്ത പ്രാർത്ഥനാ പ്രകീർത്തനങ്ങൾ കൊണ്ട് സവിശേഷവും സമ്പന്നവുമായ പടച്ചറപ്പിനോടുള്ള മുനാജാത്താകുന്ന ആ നമസ്കാരത്തിനിടയ്ക്ക് പടച്ചറപ്പിനെ പ്രത്യേകം ഓർത്തെടുത്ത് അടുക്കേണ്ട അനന്ത നിമിഷമാണ് എങ്കിൽ മുനാഫിക്കുകൾ അതിന്റെ പ്രയോറിറ്റി കൊടുക്കൂല, അതിന്റെ പ്രാധാന്യം തിരിച്ചറിയില്ല. എന്ന് മാത്രമല്ല, അറിഞ്ഞിട്ടും കാപട്യം കലർത്തി അവർ നമസ്കരിക്കും. അല്ലാഹുവിനെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അവർ ഓർക്കുകയുള്ളൂ, അതും കൂടെയുള്ള വിശ്വാസികൾക്ക് വേണ്ടി, പ്രവാചകർക്ക് വേണ്ടി എന്നാണ്. ഒരിക്കലും അല്ലാഹുവിനെ ഓർത്ത് മടിയില്ലാതെ ഭക്തിയോടുകൂടി നമസ്കാരം നിർവഹിച്ച് വിജയം വരിക്കുന്ന വിശ്വാസികളുടെ വിശേഷണം പറഞ്ഞ 23-ാമധ്യായ സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യ ഭാഗത്തുള്ള ആയത്തുകളോട് നീതി പുലർത്താൻ നമുക്ക് കഴിയണം. പടച്ചറപ്പ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും നമസ്കാരത്തിൽ തന്നെ 2 നമസ്കാരത്തിൽ പ്രത്യേകം വീഴ്ച വരുത്തുന്നവരാണ് മുനാഫിക്കുകൾ. മുനാഫിക്കുകൾക്ക് ഭാരമുള്ള നമസ്കാരത്തിൽ പെട്ടതാണ് നമസ്കാരവും
വസ്വലാത്തുൽ ഫജ്രി, ഫജ്ർ പ്രഭാത സുബഹി നമസ്കാരം, സുബഹി നമസ്കാരം, ഇശാ നമസ്കാരം മുനാഫിക്കുകൾക്ക് എതിർ ടാസ്കാണ്, വലിയ സാഹസമാണ്. അവരെ പള്ളിയിൽ കാണില്ല എന്നാണ്. കാരണം അവരതിൽ പ്രത്യേകം എസ്കേപ്പ് ചെയ്യും, പ്രത്യേകം പോകും. എന്നാൽ ദുഹൂരും അസറും മഗ്‌രിബും കാണും. കാരണം ആ സമയത്ത് അല്പം വെളിച്ചവും പ്രകാശമൊക്കെ ഉണ്ടാകും. അപ്പൊ ഞങ്ങൾ ഇസ്ലാമിക ഉമ്മത്തിന്റെ കൂടെ ഉണ്ടോ, ജമാഅത്തിലുണ്ടോ, പള്ളിയിലുണ്ടോ എന്ന് സഹാബികൾക്കും പ്രവാചകർക്കും തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ഇശാന്റെ സമയമായ ഇരുട്ടായി, സുബഹിയുടെ സമയവും ഇരുട്ടുള്ള സമയമാണ്. അവിടെ ഇന്നത്തെ പോലെയുള്ള വെളിച്ച സൗകര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ആരൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. മാത്രവുമല്ല, സമ്പന്നമായ അംഗബലമുള്ള ജമാഅത്താണ് ഇസ്ലാമിക സമൂഹത്തിൽ പ്രവാചകരുടെ കൂടെ ഉണ്ടാകൽ. അതുകൊണ്ട് സുബഹിന്റെയും ഇശാന്റെയും സമയത്തെ തങ്ങളുടെ കാപട്യത്തിന്റെ ഭാഗമായി ഒഴിഞ്ഞു മാറി കഴിഞ്ഞാൽ പിടിക്കപ്പെടുകയില്ല എന്നതുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറാറുണ്ടായിരുന്നു. അത് അവർക്ക് ഭാരത നമസ്കാരമായിരുന്നു എന്ന് എന്നാൽ സുബഹി നമസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയ നന്മയും അതിന്റെ പ്രതിഫലത്തിന്റെ ആധിക്യവും അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടെങ്കിലും അവർ പ്രഭാത ഇശാ നമസ്കാരത്തിന് പങ്കെടുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ നമ്മൾ അറിയാതെ നമ്മിലേക്ക് നിഫാഖ് കടന്നു വരുന്ന വേളകൾ, മേഖലകളുണ്ട്. അനുഷ്ഠാന മുറകളിലെ ശബ്ദക്കുറവുകളുണ്ട്. സ്വഭാവ സംസ്കാര മേഖലകളിലെ വ്യതിചലനങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് തിരുത്തി പൂർണ്ണമായി ഈമാനിലേക്ക് പ്രവേശിച്ച് മുത്തഖീകളായ മുസ്ലിമുകളായി തീരണം. മുസ്ലിമായി മുനാഫിഖായി ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. واشهد ان لا اله الا الله وحده لا شريك له. صلى الله على نبينا محمد وعلى اله وصحبه ومن تبعه باحسان الى يوم الدين. സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ദീനിന്റെ വിലക്കുകൾ പ്രത്യേകമായ സമയ സന്ദർഭ സ്ഥലകാല വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും എല്ലാം കാണുന്ന പടച്ചറപ്പിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് വിശുദ്ധരും ജ്ഞാനികളും വിവേകികളുമായ വിശ്വാസികളിൽ ഉൾപ്പെടുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനത്തിൽ നിന്നുള്ള പ്രത്യേകമായ സന്ദേശം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിന്റെ അതിന്റെ വർദ്ധനവും ആധിക്യവും തിരിച്ചറിഞ്ഞ് പടച്ചറപ്പിനോട് അങ്ങേയറ്റം സമർപ്പിതരായി സൽക്കർമ്മം നിർവഹിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരു പ്രഭാതത്തെ കണ്ടുമുട്ടുകയാണ്, രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുകയാണ്. ആ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മഹലിൽ, നിങ്ങളുടെ ചുറ്റുപാടിൽ, നിങ്ങളുടെ വീട് പരിസരങ്ങളിൽ നിങ്ങൾ സമാധാനമുള്ളവരായിരിക്കെ, സുരക്ഷിതരായിരിക്കെ, നിർഭയത്വമുള്ളവരായിരിക്കെയാണ് നിങ്ങൾ പ്രഭാതത്തെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ശരീരത്തിന് ആരോഗ്യവും അന്നേ ദിവസം കഴിക്കാനുള്ള ഭക്ഷണവുമുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഈ ലോകം ഒഴുക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ഈ ദുനിയാവ് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ജീവിക്കുന്ന ഇടങ്ങൾ സുരക്ഷിതമാണ് എന്ന്, സുരക്ഷിതമുള്ള നിർഭയത്വമുള്ള ഒരു സാമൂഹിക സാഹചര്യം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്കുള്ളത്. സൂറത്ത് ഖുറൈശിൽ അള്ളാഹുവിന്റെ ഇബാദത്തെടുക്കാൻ പറഞ്ഞപ്പോൾ ബൈത്തിന്റെ കഅബയുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം. രണ്ട് കാരണമാണ് പറഞ്ഞത്. വിശപ്പിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകി, ഭയപ്പാടിൽ നിന്ന് അവൻ നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകി. അതിന്റെ പേരിൽ ആ കഅബയുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണേ എന്നാണ്. അപ്പൊ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കൂ. ലോകത്തിന്റെ അവസ്ഥകൾ നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങൾ ഇപ്പൊ ഗസയുടെ അവസ്ഥ 2023 ഒക്ടോബറിൽ ആധുനിക ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ വംശീയ ഉന്മൂലനം സൈനിസ്റ്റ് ഇസ്രായേൽ നടത്താൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 1000 ദിവസമാവുകയാണ്. 1000 ദിവസം കഴിഞ്ഞ ഒക്ടോബറിലൊക്കെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയും. ആ വെടിനിർത്തലിന് ശേഷവും 1000-ലധികം ആളുകൾ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. 70,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു.
കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു നിയമത്താണ്. മാത്രമല്ല ഇത് ഗസയിൽ മാത്രമല്ല, ഉത്തരേന്ത്യയുടെ അവസ്ഥ നമുക്കറിയാം. 45 ദിവസം കൊണ്ടാണ് മദ്രസയും മസ്ജിദും ഉൾപ്പെടെ ഈ ഉമ്മത്തിന്റെ 20-ലധികം സ്ഥാപനങ്ങൾ ബുൾഡോസർ രാജ്യത്തിന് വിധേയമായത്. എത്രയോ ആളുകളുടെ വീടുകൾ തകർക്കപ്പെട്ടു. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ ചുറ്റുപാടിൽ മിസൈൽ വന്ന് പതിച്ചിട്ടില്ല, ഒരു ബുൾഡോസർ രാജ്യം നടന്നിട്ടില്ല. വളരെ സമാധാനത്തോടു കൂടി സുരക്ഷിതമായിട്ടാണ് നമ്മൾ എഴുന്നേറ്റിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ കോണ്ടിനെന്റിലെ നമ്മുടെ ഭൂഖണ്ഡത്തിലെ അമേരിക്കക്ക് അടുത്തുള്ള വെനീസ്വല എന്ന് പറയുന്ന രാജ്യത്ത് 12,000-ഓളം ആളുകൾ മരണപ്പെട്ട ഭൂകമ്പം. അവരിങ്ങനെ വരുന്ന ദിനത്തെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആഗോള തലത്തിലും ദേശീയ തലത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലേക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയിൽ സുരക്ഷിതത്വം എന്ന ഹദീസിന്റെ ആ പദത്തെ നമ്മൾ ആവർത്തിച്ച് ആലോചിക്കണം. പലരും സുരക്ഷിതരല്ല, ഭയപ്പാടിലാണ്. പലരും ഭയപ്പാടിലാണ്. പല ആളുകളും തുടങ്ങൽ പാളയത്തിലാണ്. അവർക്ക് സ്വന്തവും സുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എടുത്തതില്ലേ സക്കരിയ എന്ന് പറയുന്ന പരപ്പനങ്ങാടിയിലെ ഒരു ചെറുപ്പക്കാരനെ അങ്ങ് കർണാടകയിൽ അഗ്രായ ജയിലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ പാർപ്പിച്ചിട്ട് 17 വർഷമായി. ബാംഗ്ലൂർ സ്ഫോടനത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ട് വിചാരണ തടവുകാരനായിട്ടാണ് ആ ജയിലിൽ 17 കൊല്ലമായി. ആ കേസ് എന്താണോ ആ കേസിൽ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ തന്നെ 10 വർഷത്തിൽ താഴെയായിരിക്കും ആ കേസിന്റെ പിന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക എന്നാണ്. എന്നാൽ വിചാരണ തടവുകാരനായി ഓൾറെഡി 20 വർഷത്തോളം അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ അതേ കേസിൽ പിടിക്കപ്പെട്ട അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ ജൂൺ 12-ന് അദ്ദേഹം അറ്റാക്ക് ബാധിച്ചു മരിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സുരക്ഷിതത്വം, നിർഭയത്വം, സമാധാനം എന്ന് പറയുന്നതൊക്കെ നമ്മൾ അതിന്റെ നിർമ്മത്തിന്റെ വലുപ്പം മനസ്സിലാക്കണം. അതിനനുസരിച്ച് പടച്ചറബിനെ നമ്മൾ ശുക്ർ ചെയ്യണം. ഒന്നാമത്തെ ഖുതുബയിൽ സൂചിപ്പിച്ച നിഫാഖ് വരാതെ അല്ലാഹുവിന്റെ ദീനിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കാൻ ലഭിക്കുന്ന സന്മാർഗത്തെയും സൽക്കർമ്മ അവസരങ്ങളെയും വളരെ ബോധപൂർവം ആത്മാർത്ഥമായി നമ്മൾ ഉപയോഗപ്പെടുത്തി പൂർണ്ണ മുസ്ലിമീങ്ങളും മുത്തഖീങ്ങളുമായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ദീനി ജീവിതത്തിൽ കൂടുതൽ ധന്യതയും തഖ്വയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ നാം കബൂൽ ചെയ്യുമാറാകട്ടെ. അറിവില്ലാതെ കൊണ്ട് സംഭവിക്കുന്ന ബാധ്യതകൾ അല്ലാഹുവേ നീ അഫ്വാണ്, നീ ഗഫൂറാണ്, വദൂദാണ്, നീ പുറത്തു മപ്പാക്കി തരണമേ നാഥാണ്. അല്ലാഹുവേ ഞങ്ങളെ പലവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട്. സ്ട്രോക്ക് ബാധിച്ച് ചികിത്സയിൽ ഇന്ത്യയിലേക്കുള്ള സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിഷയത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ക്യാൻസർ ബാധിതനായ സഹോദരന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ഖൈർ നൽകുമാറാകട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. വലിയ അസുഖങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംരക്ഷണവും അവർക്ക് നമുക്ക് സമാശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഇഷ്ടജനങ്ങൾ, മാതാപിതാക്കൾ അല്ലാഹുവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ ജന്നാത്തുൽ അവരെയും നമ്മയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അന്ത്യനാൾ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള അല്ലാഹു ആ സമയം വരെയുള്ള ബർസഖിയായ ജീവിതം അല്ലാഹു സ്വർഗീയ അനുഭൂതിയുള്ളതാക്കി തീർക്കുമാറാകട്ടെ. സമാധാനവും നീതിയും നഷ്ടപ്പെട്ടുകൊണ്ട് അരക്ഷിതമായ ഭൂമികയിൽ അഭയാർത്ഥികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനേക ലക്ഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അതിജീവനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം തിരിച്ചു നൽകുമാറാകട്ടെ. സാഹോദര്യവും സഹവർത്തനവും സഹിഷ്ണുതയുമുള്ള മണ്ണാക്കവരുടെയും നമ്മുടെയും മണ്ണിനെ പടച്ചവർക്ക് നിലനിർത്തുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. اللهم إنا نسألك النجاة والفوز في الدنيا والآخرة. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم انصر إخواننا في فلسطين، اللهم انصر المظلومين في جميع أنحاء العالم. اللهم دمر من دمرهم، أهلك من أهلكهم. ربنا تقبل دعاءنا، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. وآخر دعوانا الحمد لله رب العالمين.